മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞു കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനെ കണ്ടെത്താനും വൈകുന്നതിൽ പ്രതിഷേധിച്ച ബന്ധുക്കളും നാട്ടുകാരും അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തുടർന്നു വന്ന റോഡ് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. നടക്കുന്നില്ല. ഞാൻ പോയപ്പോഴാണ് കപ്പൽ വരുന്നത്. ഞാൻ ഇവിടെ പൊഴി പോയിട്ടാണ് ഇവിടെ വന്നത്. എന്നാ ആ സംഭവം നടന്ന സംഭവത്തിൽ ഞാൻ പോയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പോയപ്പോ ഒരു കപ്പൽ പോണു, അതാണ് രക്ഷാപ്രവർത്തനം. ഒരു കപ്പൽ പോണം, അതാണ് രക്ഷാപ്രവർത്തനം. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ആയിരിക്കേണ്ടത്. 8 ദിവസമായി ഒരു കപ്പൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാ മതിയാ. കപ്പൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാ മതിയാ. 2 കറക്കൊക്കെ കറക്കി മതിയാ. ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് കടലില്, അവരെ പോയി നോക്ക്. അവര് പറയണത് സിജിനെ കണ്ടെത്താ ഞങ്ങൾ വരൂലെന്നാണ് പറയണത്. അവരെ പോയി നോക്ക്. അവരെ പോലെ ഇവരൊരു വാക്ക് പറയണം. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, വളരെ ആകാംക്ഷ നിറഞ്ഞ മിനിറ്റുകളാണ് കടന്നു പോകുന്നത്. പക്ഷേ പ്രതിഷേധം അവസാനിപ്പിച്ചു. അധികൃതരെല്ലാം അവിടെ ചെന്ന് പ്രതിഷേധക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നു. എന്ത് തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ ഉപരോധം അവസാനിപ്പിച്ചത്? ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടിയുള്ള തിരച്ചിൽ, അത് ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ ശരിയായ രീതിയിലല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുടുംബം വീണ്ടും പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഷിജിനെ വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കാണാതാകുന്നത്. ഷിജിനൊപ്പം ഫ്രീമാൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളികളെ കൂടി കാണാതായിരുന്നു. ഇവർ 4 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. വള്ളം മറിയുകയും 2 പേർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഷിജിനെയും അതുപോലെ തന്നെ ഫ്രീമാനെയും കാണാതാകുന്നത്. ഫ്രീമാന്റെ മൃതദേഹം പിന്നീട് കിട്ടുകയും ചെയ്തു. എന്നാൽ ഷിജിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കുടുംബം ഇപ്പോൾ 8 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയത്. അവരിന്ന് 5 തെങ്ങ് തീരദേശ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് തീരദേശ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ റോഡും ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം തീർന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ തുടങ്ങിയ പ്രതിഷേധം അല്പം മുമ്പ് മാത്രമാണ് സമാപിച്ചത്. കാരണം ശക്തമായ പ്രതിഷേധവുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് രംഗത്തേക്ക് എത്തിയത്. ഷിജിന്റെ ഭാര്യ ഷിജി ഉൾപ്പെടെ മക്കളും ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയത്. ഷിജിന് വേണ്ടിയിട്ട് കൃത്യമായ പരിശോധനയും കൃത്യമായ അന്വേഷണവും നടത്താൻ തയ്യാറാകണം. കടലിൽ നടക്കുന്ന പരിശോധന പര്യാപ്തമല്ല എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ കോസ്റ്റ് ഗാർഡ് പോലീസും അതുപോലെ തന്നെ നേവി ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനകൾ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടും അവർ പിന്തിരിയാൻ തയ്യാറായില്ല. അതിനുശേഷം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കം സ്ഥലത്തെത്തി ഷിജിന്റെ ഭാര്യയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലും അവർ പിന്തിരിയാൻ തയ്യാറായില്ല. ഷിജിന്റെ ഭാര്യയ്ക്കടക്കം ജോലിയടക്കം നൽകാൻ സർക്കാർ തയ്യാറാണ്. പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഷിജിനെ കണ്ടെത്താനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിയിച്ചെങ്കിലും അവർ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. പിന്നീടാണ് മന്ത്രി CP ജോൺ സ്ഥലത്തെത്തി കുടുംബവുമായി ചർച്ചകൾ നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ 5 മണിയോടുകൂടി മന്ത്രി കുടുംബവുമായി ചർച്ച നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പള്ളി വികാരിയായിട്ടുള്ള ഫാദർ സന്തോഷ് എത്തി കാര്യങ്ങൾ കുടുംബത്തെയും പ്രതിഷേധമിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയും അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇവർ പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിക്കുന്നു എന്നാണ് ഫാദർ സന്തോഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനിയും മന്ത്രിയുമായുള്ള ചർച്ചയിലും ഒരു തീരുമാനമാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം, അത് ഇടവകയിലെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 5 മണിയോടുകൂടി മന്ത്രി എത്തി നടത്തുന്ന ചർച്ചയിൽ തീരുമാനമാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്നാണ് ഇനി അറിയേണ്ടത്. അക്കാര്യത്തിൽ മന്ത്രിയുമായി ചർച്ച നടക്കും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും.